നമ്മുടെ ധ്യാന വിഷയം എന്താണ്? നിബന്ധനയും ആസ് എൻ ഇഫക്റ്റ് ഓഫ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ പ്രത്യാഘാതങ്ങൾ. അതെന്താണ്? ഒന്ന് വെളിപാടാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫലം എന്താണ്? ജീവിതത്തെക്കുറിച്ചുള്ള ആന്തരിക വെളിപ്പെടുത്തലുകൾ. രണ്ടാമത്തത് എന്താ? ഇഫക്റ്റ് ഓഫ് ലവ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്ന് പറഞ്ഞേ, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. അതാണ് സംഭവം. ഈ എപ്പോഴും അച്ഛൻ പറയും, ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ മാതാവ് കൂടെ വരുമെന്നൊക്കെ പറയത്തില്ലേ? അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാകുമെന്നാണ്. ഇപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാകണത് അതിൻ്റെ വചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഈ യോഹന്നാൻ്റെ സുവിശേഷം 14:23 നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വസിപ്പ് ഉറപ്പുവരുത്തുന്നത് എന്താണ്? ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുമ്പോഴാണ്. ഈ നിബന്ധനകൾ സംഭവം ഭയങ്കര ഒരു മാഗ്നറ്റാണ് ശരിക്കും. നിബന്ധനകൾ നിങ്ങൾ എഴുതി 6 നിബന്ധനകളില്ലേ? 6 നിബന്ധനകളുടെ എന്ന് അത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഫലമെന്ന് പറയണത് അത് ദൈവസ്നേഹത്താലാണ് നമ്മൾ ചെയ്യണത്. ചെയ്ത് കഴിയുമ്പോൾ നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഐക്യപ്പെടുത്തും. അപ്പോൾ അതിന് കുറേ ഇഫക്റ്റുകളുണ്ടാകും. അതിലൊരു ഇഫക്റ്റാണ് പ്രിലിമിനറി. അതിൻ്റെ പ്രിൻസിപ്പൽ ഇഫക്റ്റ് എന്താ? അതിൻ്റെ മുഖ്യമായ ഒരു ബലമെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ കാശുരൂപമൊക്കെ ധരിച്ച് കൂടെ കൊണ്ടു നടക്കുന്നത്. കാര്യം ഉടമ്പടി നിബന്ധന സ്നേഹത്തോടെ പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ വസിപ്പ് നമ്മളിൽ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ദൈവിക അടയാളമായിട്ട് കാശുരൂപങ്ങളൊക്കെ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയണത്, ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞേ, എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ അവിടുന്ന് അയച്ചു തരികയും ചെയ്യും. അത് നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ എന്ന് പറഞ്ഞേ, മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. അപ്പം ഈ നിബന്ധന പരിശുദ്ധാത്മാവിനെ കൂടി സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ വളരെ പാകതയോടെയാണ് നിങ്ങൾ ശരിക്കും നിബന്ധനകളെ ശ്രദ്ധിക്കേണ്ടത്. കാര്യം പിതാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒക്കെ നമുക്ക് ഈ നിബന്ധനകൾ സ്നേഹത്തോടെ അനുഷ്ഠിക്കുമ്പോഴും അനുവർത്തിക്കുമ്പോഴും നമുക്ക് അവകാശവും ഓഹരിയുമായി മാറുന്നുവെന്നുള്ള വളരെ താത്വികമായ സുവിശേഷ ബോധ്യം എൻ്റെ മക്കളുടെ മനസ്സിൽ ഒരു ആഘോഷത്തിമർപ്പ് ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ എപ്പോഴും ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ 1-ാം തിങ്കളാഴ്ചയും 2-ാം ചൊവ്വാഴ്ച 1-ാം തിങ്കളാഴ്ചയും തിങ്കളും ചൊവ്വായും എന്താണ്? ഉടമ്പടി ധ്യാനമാണ്. ധ്യാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആന്തരികമായ ബോധ്യം കിട്ടുകയാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ മക്കൾ ഇന്നിപ്പോൾ മറന്നു പോയാലും വീട്ടിൽ ചെല്ലുമ്പോൾ യൂട്യൂബ് കേട്ട് നോക്കിയിട്ട് രണ്ടാമത് അച്ഛൻ എന്നാ പറഞ്ഞതെന്ന് ഓർത്ത് നോക്കി അതിനെ 2-3 പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കണം. അതും കേൾക്കുന്നത് പോലും ദൈവത്തിനോടുള്ള സ്നേഹത്തിലായിരിക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ഒരു ദ്രാവകമാണ്. ഇതിൽ നമ്മൾ വ്യത്യസ്തമായ വെള്ളി കളറുകൾ, ചിലപ്പോൾ നീല ചുവന്ന കളറുകൾ, എണ്ണമയം കാണാം. ഇത് മൂത്രമാണ്, വേറെ എന്ത് ദ്രാവകമാണെന്ന് അറിയത്തില്ല. ശരീരത്തിൽ നിന്ന് പോകുന്നൊരു ദ്രാവകമാണ്. ആ ദ്രാവകത്തിന് എണ്ണ മയം പോലെ ഉണ്ട്. ഈ രോഗത്തെ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. നമ്മൾ കേട്ട വചനം, അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കൂ. എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ നിങ്ങളോടുകൂടി ആയിരിക്കുക മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ വചനം യോഹന്നാന്റെ സുവിശേഷം 14:15-16, 14-ാം അധ്യായം 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യമാണ്. നിബന്ധനകൾ നമ്മൾ അർത്ഥവത്തായ ദൈവസ്നേഹത്തോടെ പാലിച്ചാൽ പരിശുദ്ധാത്മാവിന് നമുക്ക് അയച്ചു തരും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവരം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ നോട്ട് നമുക്ക് കിട്ടണത്. എന്ത് ചെയ്യണ്ട, എന്ത് ചെയ്യണമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ ലൈഫിന് വളരെ സുവിശേഷഭീതമായിട്ട് നടപ്പിൽ വരുത്താൻ ഇന്ന് സഭയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ഉടമ്പടി. എൻ്റെ മക്കളത് വളരെ ശ്രദ്ധയോട് വേണം ആ വിഷയം ചെയ്യാൻ, വളരെ ശ്രദ്ധയോട് കൂടി. കാര്യം ഇത് നിബന്ധനകളാണ് ഇതിൻ്റെ ശരിക്കും ഹൃദയമെന്ന് പറയണത്, സ്പന്ദനം. ആ നിബന്ധനകൾ നമ്മൾ എങ്ങനെ സ്നേഹത്തോടെ നിറവേറ്റുന്നു, അതനുസരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് വെളിപാടുകൾ വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തും ചോദിക്കാൻ. അപ്പോൾ ചോദിക്കുമ്പോഴുള്ള ഒരു വിഷയമെന്ന് പറയണത്, ഈ ആത്മാവിനെ നമ്മൾ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ പറ്റിയ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. കാര്യം എന്താ? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. 14-17 അനുസരിച്ച് യോഹന്നാൻ്റെ സുവിശേഷം. ഇപ്പം ലോക അരൂപിയ നിലനിൽക്കുന്ന കാര്യങ്ങൾ ചോദിക്കരുത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ചില ആൾക്കാരൊക്കെ ഉടമ്പടിയിൽ ഇട്ടിരിക്കണത് അവർ ഇൻ്റർകാസ്റ്റ് മാരേജിന് വേണ്ടി ലവ് അടിച്ച് അഫെയർ ആക്കിയിരിക്കുകയാണ്. അത് മാതാവ് ചെയ്ത് കൊടുക്കാനാണ്. മാതാവിന് എന്താ 3-ാം പരിപാടിയാണ്. അപ്പം ഇങ്ങനെ ഈ ആത്മാവിനെ, അതായത് നാളെ നിങ്ങളുടെ ആത്മാവിനെ അപകടപ്പെടുത്തുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. അപ്പോൾ 1 യോഹന്നാൻ്റെ 2:17 കണ്ണിൻ്റെ ദുരാശ. അപ്പോൾ ഈ ഞാൻ മുമ്പ് പറഞ്ഞ കേസ് കെട്ടൊക്കെ ആ വകുപ്പിലുള്ളതാണ്. ഇപ്പം ചില ആൾക്കാരൊക്കെ FP പോസ്റ്റ് ഇട്ടിട്ടില്ലേ, ആ പെണ്ണ് കല്യാണം കഴിച്ചത് കൂദാശ വെച്ചാണ്, കൂദാശ ചെയ്യാതെയാണ്, പള്ളി അറിഞ്ഞാണ്, പള്ളി അറിയാതെയാണ്.
നാണം കെട്ട പരിപാടിയല്ലേ ഒരു ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ വന്ന് സംഭവിക്കണത്. കാര്യം കർത്താവിൻ്റെ ഉന്നതമായ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ ദുർമാതൃകയായിട്ട് അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും നിത്യരക്ഷ കിട്ടാത്ത രീതി വരുമ്പോൾ സാധാരണ ദൈവത്തെ അറിയാത്തവരും അറിഞ്ഞവരും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ഉതപ്പല്ലേ ഉതപ്പിൻ്റെ സാഹചര്യങ്ങൾ ചെന്ന് മോഹിപ്പിക്കപ്പെടുമ്പോൾ വീണ് പോണത് ക്രെഡിറ്റാണ്. മീഡിയ പറയും ക്രെഡിറ്റാണെന്ന്. പക്ഷേ കർത്താവിൻ്റെ വചനങ്ങൾക്ക് ഇല്ല. എന്താണ്? ഇതൊന്നും നിലനിൽക്കാത്ത കാര്യങ്ങളാണ്. നിലനിൽക്കാത്ത കാര്യങ്ങൾ ക്രെഡിറ്റാണെന്ന് പറഞ്ഞാൽ നിലനിൽക്കത്തില്ല മക്കളെ. അത് എന്താണ് നിലനിൽക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയും. എന്താണ് നിലനിൽക്കുന്നത്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാവട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. We want eternal existence. നമുക്ക് വേണ്ടത് എന്താണ്? നിത്യമായ നിലനിൽപ്പാണ്. 5 കൊല്ലത്തേക്കും 50 കൊല്ലത്തേക്കുമുള്ള നിലനിൽപ്പല്ല. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും മോഹപലയം കാണുമ്പോൾ, കണ്ണിന് ദുരാശ കാണുമ്പോൾ, ശരീരത്തിൻ്റെ അഹന്ത കാണുമ്പോൾ നീ ദൈവത്തെ മറന്നാൽ ദൈവം നിങ്ങളെ എന്നെ ഓർക്കണമെന്നാണ്. ദൈവത്തെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല, ഒരാഗ്രഹവുമില്ല. അഥവാ എന്തെങ്കിലും ആശയം ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ദുരാശ, കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത കൊണ്ട് നിൻ്റെ ദൈവം നിൻ്റെ മനസ്സിൽ നിന്ന് എന്നേ കാലം മറഞ്ഞു പോകുമ്പോൾ എന്ത് പറയും? ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് ദൈവം ഇരുന്നില്ലെങ്കിൽ സാത്താൻ കയറി ഇരിക്കുമ്പോൾ മീഡിയ ചിലപ്പോൾ അത് ആഘോഷമാക്കും. പക്ഷേ എന്തിൻ്റെ ആഘോഷമാണ്? നിൻ്റെ ആത്മാവ് മരിച്ചതിൻ്റെ ആഘോഷം. കൈ അടിച്ച് കർത്താണ്. കരുണ തോന്നണേ എന്നിൽ, അറിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അറിവ് പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പക്ഷാവസ്തുതിയുടെ ഹല്ലേലൂയ. ഭാഷാവസ്തുതിയുടെ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പിരിയുമ്പോൾ പറഞ്ഞത് എന്താണെന്നറിയാവോ? കർത്താവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. പണ്ട് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചപ്പോഴെന്നാ പറഞ്ഞത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് അതുകൊണ്ട് എന്നാ പറ്റിയെന്നാ പറയണത്? അത് ചേർന്ന ഇണയെ ഞാൻ നൽകും. കല്യാണം കഴിച്ചവർക്കറിയാം ചേർന്ന ഇണയല്ലെന്ന്. ഉൽപ്പത്തി 2:20. അതുകൊണ്ട് നിൻ്റെ വൈഫിൻ്റെയൊക്കെ എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെയൊക്കെ എന്നാൽ എന്തെങ്കിലും കിട്ടിയ അത് നിങ്ങൾ സങ്കടമായിട്ട് കരുതേണ്ട കാര്യമില്ല. ചേർന്ന ഇണയാരാ? കർത്താവ്. അത് കണ്ടാണ് പറയണത്, വിഷമിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടാകും. അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണേ. ഞാനാണ് നിൻ്റെ ചേർന്ന ഇണ. ഉടമ്പടി നിനക്ക് ചേർന്ന ഇണയെ നൽകും. നീ നിബന്ധനകൾ പാലിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് പറയണത്, ഞാൻ നിങ്ങളെ, ഇതെല്ലാം പറഞ്ഞിട്ടാണ്, സ്നേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പറയണത്, ഞാൻ നിങ്ങളെ അനാഥമായി വിടത്തില്ല. 12:14-18. കാലത്തിൻ്റെ അവസാനം വരെ, നിൻ്റെ കാലത്തിൻ്റെ അവസാനം വരെ
ഈ പ്രപഞ്ചത്തിൻ്റെ കാലത്തിൻ്റെ അവസാനം വരെ ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, നിൻ്റെ ചേർന്ന ഇണയായിട്ട്. ഉടമ്പടി നിനക്ക് ചേർന്ന ഇണയെ നൽകും. ഏത് സാഹചര്യത്തിൽ നിന്നെ മനസ്സിലാക്കുകയും നിന്നെ സന്ധിക്കുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ചേർന്ന ഇണ നിൻ്റെ ദൈവം. സ്തുതിയുടെ ഹല്ലേലൂയ. അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ. അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എഴുന്നേൽക്കുക. ഇരിപ്പുകാരെല്ലാം എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന ഈശോ നമുക്ക് ആരാധനയുടെ ആദ്യം തന്നിരുന്നു അല്ലേ? ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉടമ്പടി പ്രകാരം അവശേഷിക്കുന്നത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സ്ഥലം വിൽപ്പന, നിങ്ങളുടെ പ്രൊമോഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ഉപരി വിദ്യാഭ്യാസം, നിങ്ങളുടെ ഭൗതികമായ സമ്മർദ്ദങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തികമായ കടം, വീടില്ലാത്ത അവസ്ഥ, സ്ഥലമില്ലാത്ത അവസ്ഥ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവശേഷിക്കുന്നു. നമുക്കത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോഴും സമർപ്പിക്കേണ്ട സമയമാണ്. ഇതല്ല, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉടമ്പടിയിൽ കാര്യം ഇഷ്ടമുള്ളത് ചോദിക്കാവുന്നതല്ലേ. ഞാൻ ചില സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പെൺകൊച്ചുങ്ങൾ എൻ്റെ ചെവി പറയും, അച്ഛാ എൻ്റെ തലമുടിയെല്ലാം കുഴിഞ്ഞു പോവുകയാണെന്ന് പറയും. അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കേൾക്കാതിരിക്കാനാണ്. അപ്പം ഞാൻ എന്നാ ചെയ്യും, ഒരു കൈ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെങ്കിൽ അത് കേൾക്കുമ്പോൾ രണ്ട് കൈയും വെക്കും. അതെന്താ കാര്യം എന്നറിയാവോ? അവളെ സംബന്ധിച്ചിടത്തോളം അത് സീരിയസ് വിഷയമാണ്. അതൊരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു ലൈഫിനെ ബാധിക്കുന്ന വിഷയമാണ്. കാര്യം എന്താ? കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടമുള്ളത് ചോദിക്കാവുന്ന. പിന്നെ നമുക്ക് എന്നാ പ്രശ്നം ഇല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ളത് ചോദിക്കാം. നമ്മളൊറ്റ കാര്യം മാത്രം ചെയ്യും. എന്താണ്? കർത്താവ്. ഇപ്പോൾ എഡ്വേർഡ് ബ്രദർ ഇവിടെ സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഈ സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വല്ല തെരിയായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെരിക്കാനാണ്. പറഞ്ഞ് പിന്നെയും കോംപ്ലിക്കേറ്റ് ആക്കുകയാണ് ചില സമയത്ത് ചെയ്യുന്നത്. ബ്രദർ നല്ലവണ്ണം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആ സോറിയാസ് സുഖപ്പെട്ടില്ലേ, അത് സോറിയാസിസ് ആണ് സുഖപ്പെട്ടത്. ബ്രദർ പറഞ്ഞത് 3 പ്രാവശ്യം പറഞ്ഞത് താരൻ എന്നാണ് പറഞ്ഞത്. താരനല്ല, സോറിയാസാണ്. അത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അത് ശ്രദ്ധയില്ലാതെ കൊണ്ടാണ് അങ്ങനെ വേണ്ടത്. സാക്ഷ്യം പറയുന്നവർക്ക് വേണ്ടി നിങ്ങളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അസ്സലാമു ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി നിങ്ങൾക്ക് എന്തും വെക്കാമെന്ന് മനസ്സിലായില്ലേ? എന്തും വെക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണ്? കർത്താവിനെ വാക്കിലും പ്രവൃത്തിയിലും സ്നേഹിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുക. അപ്പോൾ പത്രം കൊടുക്കുമ്പോഴൊക്കെ സന്തോഷത്തോടെ കൊടുക്കണം. എന്താണ്? കർത്താവെ നിന്നെ അറിയാൻ ഞാൻ വഴി ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇപ്പം മക്കളെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കുറേ വിഷയങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും. ഇപ്പോൾ ഒരു ടീച്ചർ സാക്ഷ്യം പറഞ്ഞില്ലേ, അവരെല്ലാവരും കളിയാക്കിയെന്ന് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? അവരെ കളിയാക്കിയെന്ന്. നീ ഇങ്ങനെ പഠിച്ച് അവർ പഠിക്കുന്നതിലുള്ള സന്തോഷമല്ല, അവരെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടി ഒരു വകുപ്പ് കണ്ടുപിടിച്ചതാണ്. സത്യമാണ് അവർ പറഞ്ഞത്, കറക്റ്റാണ് ആ സാക്ഷ്യം. അവരെങ്ങനെയെങ്കിലും ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി കിട്ടിയത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ചുറ്റും കുറേ ആൾക്കാരുടെ പ്രതിസാക്ഷ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. പക്ഷേ അച്ഛന് പറയാനുള്ളത്, ഈ പ്രതിസാക്ഷ്യങ്ങൾ ഉണ്ടായാലും ഇപ്പോഴ് കൃപാസനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ പത്രത്തെക്കുറിച്ചൊക്കെ കുറേ ആക്ഷേപങ്ങൾ വന്നില്ലേ? ഈ ദിവസങ്ങളിൽ നിങ്ങൾ വായിച്ച് കാണും. അപ്പോൾ അച്ഛനെ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. എന്താ കാര്യം? വരാൻ കാര്യം
നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ പിശാചിനെ കൊണ്ടുവന്ന് മനസ്സിലായില്ലേ? കൊണ്ടില്ലേ അവന് ശരിക്കും? അപ്പോഴേ അവൻ യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും അവന് ഇരിക്കപ്രതി ഉണ്ടാകില്ല. ഞാൻ അമ്മയോട് പറഞ്ഞ, അമ്മ അവർ പറയണമൊക്കെ പറയട്ടങ്ങട്ടെ, എന്നാ സാരുമ്പോൾ ഇഷ്ടമുള്ളതെല്ലാം കർത്താവിൻ്റെ സ്പിരിറ്റാണ് നമുക്കുള്ളത്. കർത്താവ് അപ്പം മുക്കി ചൂടാക്കി കൊടുത്തിട്ട്, ചൂടാ എത്ര രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്? 30 വെള്ളി. പത്രവച്ച ഒരു 300 വെള്ളി അങ്ങോട്ട് കൊടുത്ത് ഒന്ന് കച്ചവടം ഉറപ്പിച്ച് എന്ന് പറഞ്ഞാ ഇല്ലില്ല, പറയത്തില്ല. അത് കർത്താവിൻ്റെ ഒരു നയവാണ്. യൂദാസ് ഒറ്റ കൊടുക്കാൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താ കർത്താവ് പറഞ്ഞത്? എടാ യൂദാസേ, എത്ര രൂപക്കേണ്ട കച്ചവടം? 30 വെള്ളിക്ക്. പത്രവച്ച എന്നാ ഉണ്ടെന്ന് നോക്കിയേ, ഇത് 100-300 വെള്ളിയുണ്ട്, അങ്ങനെ കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് കച്ചാൻ വിട്ടേക്കാൻ പറഞ്ഞാ ഇല്ല. അങ്ങനെയുള്ള ഉമ്മാക്കിക്കൊണ്ടൊന്നും പേടിക്കത്തില്ല കർത്താവിൻ്റെ സ്പിരിറ്റ്. ഇതിനൊരു ലക്ഷ്യമുണ്ട്. ലോകത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അന്ത്യത്തിൽ എല്ലാ ആത്മാക്കളും വീണ്ടെടുക്കുന്നവരെ കർത്താവ് എന്താ പറഞ്ഞത്? ഒരു പകലുണ്ടെന്ന്, പകലായിരിക്കുമ്പോഴും ഞാൻ എൻ്റെ പിതാവിൻ്റെ ജോലി ചെയ്യും. എന്താ കാര്യം? ആർക്കും വേല ചെയ്യാൻ പറ്റാത്ത രാത്രി വരും. നമ്മുടെ മുമ്പിൽ നമ്മൾ ഭയപ്പെടുന്നത് എന്താ? വ്യക്തികളെ ഭയപ്പെടത്തില്ല. ദൈവത്തിന് രക്ഷ സംലഭ്യമല്ലാത്ത ഒരു രാത്രികാലം വരും. സുവിശേഷം ഭയപ്പെടുന്നത് ആത്മാക്കളുടെ വീണ്ടെടുപ്പ് സാധ്യമല്ലാത്ത സാത്താൻ്റെ ഒരു രാത്രികാലമാണ്. ആ രാത്രികാലത്തെ മാത്രമേ സുവിശേഷം ഭയപ്പെടത്തുള്ളൂ. കാര്യം എന്താ? നമ്മളെല്ലാം ഉള്ളത് കർത്താവിൻ്റെ അരൂപിയാണ്. അതുകൊണ്ടാണ് യൂദാസിനോട് പറഞ്ഞത്, അപ്പം മുക്കി കൊടുത്തിട്ട് പറയും, എന്ത് പറയും? നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ പറയും. നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. അപ്പോൾ 13-ാം അധ്യായം എന്താ പറയണത്? 26 വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഒരു മാധ്യമത്തിനല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നാണ് പറയണത്. എന്താ? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. കാര്യം കൃപാസനത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സമയഘടികാരമായി അമ്മ ആൾക്കാരെ പ്രത്യക്ഷപ്പെടുന്നത് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട പോലല്ല, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് പോലെയല്ല. എനിക്ക് വേണമെങ്കിൽ അമ്മയെ തൊടാമായിരുന്നു. ഇന്ന് പിതാക്കന്മാർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ബലിയർപ്പിക്കുമ്പോൾ ഞാനകത്തിരുന്ന് ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം എന്നറിയാവോ? അമ്മ കൊണ്ടുവന്ന 2 പേര്, എനിക്ക് 2 പേര്, ആ പിതാവിനെ എനിക്ക് സത്യം പറഞ്ഞ വ്യക്തി വരുമ്പോൾ അറിയത്തില്ല. പിതാവിനെ വിളിച്ചപ്പോൾ ആ പിതാവ് ആലപ്പുഴ പിതാവിനെ വിളിച്ചു. അപ്പോൾ നമ്മുടെ പിതാവിന് തോന്നി എന്നാൽ 2 പേരും കൂടി വരാമെന്ന്. ആര് കൊണ്ടുവരുന്നത്? അമ്മ ഇനി പോപ്പിനെ വരെ കൊണ്ടുവരും. അത് കാര്യങ്ങളുടെ ഒരു പോക്കതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയഘടികാരം നിന്ദിച്ചാർത്തി പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ വിഷയങ്ങൾ ദൈവത്തിന് ലോകത്തോട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പവർ വരാൻ കാര്യം. അതാണ് കാര്യം. സഭ അത് ഏറ്റെടുക്കും, സഭ അത് പഠിക്കും. അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന് സഭ പഠിച്ച് ലോകത്തോട് പറയും. അതുകൊണ്ടാണ് ഈ മണ്ണിൽ ചവിട്ടുമ്പോൾ വൈബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം. മറ്റ് ധ്യാനകേന്ദ്രങ്ങളിൽ നമ്മുടെ ധ്യാനകേന്ദ്രത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അതിൻ്റെ മരിയൻ മിഷനാണ്. എല്ലാം ത്രൂ മേരിയല്ലേ എക്സ്പ്ലെയിൻ ചെയ്യണം എല്ലാ വിഷയങ്ങളും. അപ്പം എൻ്റെ മക്കൾ ആ നിബന്ധനകളൊക്കെ വായിക്കുമ്പോൾ വലിയൊരു ദൈവിക പദ്ധതിയിൽ എന്നെക്കൂടി എൻ്റെ കുടുംബത്തെ കൂടി ദൈവം പങ്കാളിയാക്കിയില്ലെന്നാണ് ഓർക്കേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഉടമ്പടി നീലത്തിരി കത്തിക്കുമ്പോഴും പച്ചത്തിരി കത്തിക്കുമ്പോഴും മനസ്സിൽ ഓർക്കേണ്ടത് എന്താണ്? സഭയിൽ സംഭവിക്കാൻ പോകുന്ന, ലോകത്ത് സംഭവിക്കാൻ പോകുന്ന വലിയൊരു സ്വർഗീയ പദ്ധതിയുടെ ഭാഗമാകാൻ എൻ്റെ കുടുംബത്തെയും ദൈവം തിരഞ്ഞെടുത്തുള്ളൂ എന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ. ജോലിയില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക്, പ്രൊമോഷൻ കിട്ടാത്തവർക്ക്, ശമ്പളമില്ലാത്തവർക്കും, ശമ്പളം കുറഞ്ഞവർക്കും, ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുന്നവർക്കും, ജീവിതമാർഗമില്ലാത്തവർക്കും, മക്കൾ ഇല്ലാത്തവർക്കും, വിവാഹം ഒത്തുവരാത്തവർക്കും, വിദേശ ജോലി തടസ്സപ്പെട്ടിരിക്കുന്നവർക്കും, വിസ തട്ടിപ്പിൽ അകപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവെ, ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ,
സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, ഈശോ ഉപരി വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർ, എന്ത് വിദ്യ അഭ്യസിക്കണമെന്ന് അറിയാൻ പാടില്ലാത്തവർ, ഈശോ എങ്ങനെ ജീവിക്കും, എങ്ങനെ കരകയറുമെന്ന് ശത്രുക്കൾ ഓർത്ത് പേടിച്ചിരിക്കുന്നവർ, ഈശോ ശിഷ്യന്മാരെ പോയ കർത്താവ് ശത്രുക്കൾ പേടിച്ച് കഥകടച്ചിരിക്കുന്നവർ, സാമ്പത്തിക ബാധ്യതകളെ കർത്താവ് ഭാരപ്പെടുന്ന മനസ്സുകൾ യേശു ക്രിസ്തു നാമത്തിലെ മാർഗ തടസ്സങ്ങൾ മാറിപ്പോടേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ,